Hi everyone, welcome back to BA Tutorial. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റാണ്. വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു മോക്ക് ടെസ്റ്റാണ്. നമ്മളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചതാണ് ഇല്ലേ? അപ്പോൾ ഞാൻ കഴിഞ്ഞ റിവിഷൻ ടോപ്പിക്കിനകത്ത് ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ടോപ്പിക്ക് ഞാൻ തന്നിരുന്നു. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നമ്മളുടെ മോക്ക് ടെസ്റ്റിലേക്ക് പോവുകയാണ്. ആദ്യത്തെ ചോദ്യം, when was KCF formed? 2005, 2006, 2007, 2008. ആൻസർ നമുക്കറിയാം, 2007ലാണ് KCF. ഇനി രണ്ടാമത്തെ ചോദ്യം, NCF 2005 proposed the evaluation system should be based on mark, grade, both mark and grade, none of the above. ആൻസർ ഏതാണ്? ആൻസർ ഗ്രേഡിംഗ് സിസ്റ്റം ആണല്ലേ. ഗ്രേഡ് ഇവാലുവേഷൻ സിസ്റ്റത്തിനകത്ത് കൊണ്ടുവന്നത് ഇല്ലേ, ഗ്രേഡ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ഇവാലുവേഷൻ സിസ്റ്റം കൊണ്ടുവന്നത് NCF 2005ലാണ്. ഇനി അടുത്ത് മൂന്നാമത്തെ ചോദ്യം, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് പ്രപ്പോസ്ഡ് ബൈ NCTE, MHRD, UGC, NCERT. ആൻസർ ഏതാണ്? NCERT ആണല്ലേ. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ആരുടേതാണ്? NCERTയുടേതാണ്. ഇനി അടുത്ത് നാലാമത്തെ ചോദ്യം, NCERT എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദി ഇയർ 1960s, 1961, 1962, 1963. ആൻസർ ഏതാണ്? NCERT എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1961ലാണ്. ഇനി അടുത്ത അഞ്ചാമത്തെ ചോദ്യം, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് NCF വാസ് ഫോംഡ് ഇൻ 2004, 2005, 2003, 2009. ആൻസർ നമുക്കറിയാമല്ലോ. ഏത് വർഷമാണ് NCF ഫോം ചെയ്തത്? 2005ലാണ്. നല്ല മഴയുണ്ട്, അതുകൊണ്ടാണ് ഈ സൗണ്ടിൽ ചെറിയൊരു ഡിസ്റ്റർബൻസ് വരുന്നത്. അത് വലിയൊരു ബുദ്ധിമുട്ടാവുന്നില്ല എന്ന് വിചാരിക്കുന്നു. ഒന്ന് ക്ഷമിക്കണം കേട്ടോ. നല്ല മഴയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വോയിസ് ചെയ്യുമ്പോൾ നല്ല സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ക്ഷമിച്ചേക്കണേ. ഇനി അടുത്ത് ആറാമത്തെ ചോദ്യം, SSA ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി ഇയർ 1998, 1999, 2000, 2001, 2003, 2004, 2010, 2011. ആൻസർ ഏതാണ്? 2001ലാണ് SSA അതായത് സർവശിക്ഷാ അഭിയാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾ ഓർമ്മിച്ചോളണേ, സർവശിക്ഷാ അഭിയാൻ എന്ന് പറയുന്നത് എന്താണ്? നാഷണലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്കീമാണ് SSA. അതുപോലെ തന്നെ SSAയുമായിട്ട് ബന്ധപ്പെട്ട് സർവശിക്ഷാ അഭിയാനാണ് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യം നൽകുന്ന സ്കീമാണ് SSA എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഓർമ്മിച്ച് വെച്ചേക്കണം. ഇനി അടുത്ത് ഏഴാമത്തെ ചോദ്യം, ഡയറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദി ഇയർ 1960, 1986, 1962, 1994. ആൻസർ ഏതാണ്? 1986ലാണ് ഡയറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഡയറ്റ് ഡിസ്ട്രിക്ട് ലെവലാണ് എന്ന് ആലോചിച്ചോളുക. അതുപോലെ തന്നെ ഡയറ്റിൻ്റെ ഫുൾ ഫോം അതൊക്കെ നോക്കണം കേട്ടോ. ഇനി അടുത്ത് എട്ടാമത്തെ ചോദ്യം, ദ കരിക്കുലം കൺസ്ട്രക്റ്റഡ് ബൈ കേരള സ്റ്റേറ്റ് റൂട്ടഡ് ഓൺ ദ ഐഡിയാസ് ആർട്ടിക്കുലേറ്റഡ് ഇൻ ദി നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഈസ് നെയ്മഡ് ആസ് KCF 2007, KCF 2005, KSCF 2007, KSCF 2005. ആൻസർ ഇതാണ്. KCF 2007 ആണില്ലേ. അതായത് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിൽ നിന്നാണ്, അതായത് NCFൽ നിന്നാണ് എന്താണ് കേരള കരിക്കുലം കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഐഡിയാസുകൾ ഫോം ചെയ്തത്. അപ്പോൾ ഈ NCFുമായിട്ട് ബന്ധപ്പെട്ട് ഫോം ചെയ്ത ഐഡിയാസുമായിട്ട് എന്താണ് കരിക്കുലം കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ്. അപ്പോൾ KCF 2007. ഇനി അടുത്ത് ഒൻപതാമത്തെ ചോദ്യം, the headquarters of NCERT is located in Bangalore, Kolkata, Hyderabad, New Delhi. ആൻസർ ഏതാണ്?
ആൻസർ ന്യൂഡൽഹിയാണ് ഇല്ലേ. ഇനി അത് കഴിഞ്ഞിട്ട് 10ാമത്തെ ചോദ്യം, SCERT എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദി ഇയർ. SCERT ഏത് വർഷമാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1960, 1961, 1994, 1993. SCERT 1994ലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് 11ാമത്തെ ചോദ്യം, വിച്ച് സ്കീം എൻഷുവർ യൂണിവേഴ്സൽ എലമെൻ്ററി എഡ്യൂക്കേഷൻ? NCERT, SCERT, SSA, ഡയറ്റ്. ആൻസർ ഏതാണ്? ആൻസർ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇല്ലേ. ഏതാണ്? SSA ആണ്. ഇനി അടുത്ത് 12ാമത്തെ ചോദ്യം, ആസ് പെർ ദി NCF recommendation the total time for homework is 4 hours, 3 hours, 2 hours, 0 hours. NCF റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഹോംവർക്കിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 2 hours ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് 13ാമത്തെ ചോദ്യം, വിച്ച് കമ്മീഷൻ റെക്കമെൻഡഡ് UGC? കോത്താരി കമ്മീഷൻ, സാർജൻറ്റ് റിപ്പോർട്ട്, ഹണ്ടർ കമ്മീഷൻ, സാഡ്ലർ കമ്മീഷൻ. ആൻസർ ഏതാണ്? സാർജൻറ്റ് റിപ്പോർട്ടാണ് ഇല്ലേ. സാർജൻറ്റ് റിപ്പോർട്ട് വഴിയാണ് എന്ത് റെക്കമെൻഡ് ചെയ്തത്? നമ്മളുടെ UGCയെ റെക്കമെൻഡ് ചെയ്തത് സാർജൻറ്റ് റിപ്പോർട്ടിലൂടെയാണ്. ഇനി ഈ സാർജൻറ്റ് റിപ്പോർട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പഠിച്ച ഒരു കാര്യമുണ്ട്. സാർജൻറ്റ് റിപ്പോർട്ട് 1944ലാണ്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതിനകത്ത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞതിലാണ് വ്യത്യാസമുള്ളത്. അതായത് സാർജൻറ്റ് റിപ്പോർട്ട് കൊണ്ടുവന്നത് 1944ലാണ്. അപ്പോൾ ഈ സാർജൻറ്റ് റിപ്പോർട്ടിനകത്താണ് UGCയുടെ റെക്കമെൻഡേഷൻ വന്നത്. ഇനി UGC നമ്മുടെ ഇന്ത്യക്കകത്ത് സെറ്റപ്പ് ചെയ്യുന്നത് 1948ലാണ് അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് ഡോക്ടർ S. രാധാകൃഷ്ണൻ്റെ ചെയർമാൻഷിപ്പിന് കീഴിൽ 1948ലാണ് UGC ആദ്യമായിട്ട് ഇന്ത്യക്കകത്ത് സെറ്റപ്പ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ UGC ഫോർമലി ഇനാഗുറേഷൻ ചെയ്യുന്നത് 1953ലാണ്. അപ്പോൾ സാധാരണ UGC നിലവിൽ വന്നത് എന്ന് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 1953 ആണ് നമ്മളുടെ ആൻസറായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ 1953 മൗലാന അബ്ദുൽ കലാം ആസാദാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ UGC നമ്മുടെ ഇന്ത്യയിൽ എന്താണ് നിലവിൽ വന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1953 തന്നെ നിങ്ങൾ അവിടെ എഴുതണം. ഓക്കെ. ഡയറ്റ്, NCERT, SCERT ഇതിൻ്റെയൊക്കെ ഫുൾ ഫോമുകളൊക്കെ നോക്കി വെച്ചേക്കണം. ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് 4 ഓഫ് അങ്ങനെയൊക്കെ മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ക്ലിയർ ചെയ്തോളൂ. ഇനി അടുത്ത 14ാമത്തെ ചോദ്യം, എക്സ്പാൻഷൻ ഓഫ് ഡയറ്റ്. ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. സാധാരണ നിങ്ങൾക്ക് ഈ ഓഫും ഫോറും തിരിഞ്ഞു പോകാറുണ്ടല്ലേ. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷൻ ഞാൻ ഉൾപ്പെടുത്തിയ കേട്ടോ. ഇത് ഞാൻ എക്സ്ട്രാ ഉൾപ്പെടുത്തിയ 2 ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് എക്സ്പാൻഷൻ ഓഫ് ഡയറ്റ്? ആൻസർ ഇതാണ്. എന്താണ്? ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആണ്. ഡയറ്റിൻ്റെ അതിൽ വരുമ്പോൾ 4 ആണ് എന്നുള്ളത് ഓർമ്മിച്ചോളുക കേട്ടോ. ഡിസ്ട്രിക്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ഓർമ്മിക്കുക. അപ്പോൾ അങ്ങനെ ഓർമ്മിച്ചാൽ നമുക്ക് 4 കിട്ടും. 4ൻ്റെ അർത്ഥം വേണ്ടി എന്നാണല്ലോ. അപ്പോൾ ഡിസ്ട്രിക്റ്റുകൾക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എന്താണ്? അപ്പോൾ ഡിസ്ട്രിക്റ്റ് 4 എന്ന് ഓർമ്മിച്ചോളൂ. അങ്ങനെ ഓർമ്മിച്ചിരിക്കാനായിരിക്കും എളുപ്പം കേട്ടോ. ഇനി അടുത്ത 15ാമത്തെ ചോദ്യം നോക്കിക്കേ. ഫുൾ ഫോം ഓഫ് NCERT, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. ആൻസർ ഏതാ ഇവിടെ വരുന്നത് ആൻസർ നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആണ്. അതായത് എന്താ, നാഷണൽ ലെവലിലുള്ളതല്ലേ അല്ലേ, നാഷണലിന് വേണ്ടിയിട്ടുള്ളതാണെന്നല്ല, നാഷണൽ ലെവലിലുള്ളതാണ് എന്നുള്ളത് ഓർമ്മിച്ചോളാം. അപ്പോൾ അതെന്താണ്? ലെവലിൽ ഇൽ. അപ്പോൾ നമ്മൾ ഈ ഓഫ് ചേർക്കുന്നത് ഇല്ലിനല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഓർമ്മിച്ചോളുക. NCERT എന്ന് പറയുന്നത് ഓഫ് ആണ്. ഡിസ്ട്രിക്റ്റ് എന്ന് പറയുമ്പോൾ ഡിസ്ട്രിക്റ്റിലുള്ളത് എന്നല്ല, ഡിസ്ട്രിക്റ്റിന് വേണ്ടിയിട്ട് ചെയ്തതാണ് ഇല്ലേ. അപ്പോൾ അത് ഡയറ്റും ഇവിടെ NCERTയിൽ വരുമ്പോഴത്തേക്ക് എന്താണ്? ഓഫ്. ഡയറ്റിൽ വരുമ്പോഴത്തേക്ക് അത് 4ഉമാണ് എന്നുള്ളത് ഓർമ്മിച്ചോളൂ. ജസ്റ്റ് ഒന്ന് എന്താണ്, ഇല്ലും വേണ്ടിയും ഇല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലൊന്ന് കുരുക്കിയിട്ടിരുന്നാൽ മതി ഇതിനെ.
അപ്പോൾ ഓക്കെ, 15 ചോദ്യങ്ങൾ. ഈ 15 ചോദ്യങ്ങളിൽ എത്ര എണ്ണം ശരിയായി എന്നുള്ളത് എനിക്ക് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ എത്രത്തോളം യൂസ്ഫുള്ളായി എന്നുള്ളതും, അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ഒരുപാട് വ്യൂസൊക്കെ ഒരുപാട് കുറവാണ്, എൻ്റെ എഫേർട്ടിനനുസരിച്ചുള്ള വ്യൂസൊന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ, ലൈക്ക് ചെയ്യുക. നിങ്ങൾ എൻ്റെ ഒരു ഇനിഷ്യേറ്റീവിന് നിങ്ങൾ നിങ്ങൾ തരുന്നൊരു സപ്പോർട്ടെന്ന് പറയുന്നത് ഈ ഷെയറും സബ്സ്ക്രൈബും ലൈക്കും ഒക്കെയാണ്. അപ്പോൾ പ്ലീസ് ഡു ഇറ്റ്. അപ്പോൾ എന്താണ് നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത മോക്ക് ടെസ്റ്റാണ്. അതുപോലെ തന്നെ റിവിഷൻ പോർഷൻസ് തരും. കുറേയധികം പോർഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി വരുന്നതെന്ന് വെച്ചാൽ ഒരു 50 മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റ്, നമ്മളിപ്പോൾ പഠിച്ചത് കൂടാണ്ട് തന്നെ ഒരു 50 മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണുന്നതുവരേക്കും ഇറ്റ്സ് ബൈ ഫ്രം ജസ്മിൻ.